നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി സെൻറ് ജോർജ് ഗവൺമെൻറ് VHSSന് മുന്നിലാണ്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ഒരു 1 മില്യൺ ഗോൾ എന്ന പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പറമ്പിലാണ്. നമുക്ക് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പറമ്പിൽ സാറ്, ഒപ്പം വാർഡ് മെമ്പർ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഏറെ ബഹുമാന്യരായ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് പ്രതിഭ ടീച്ചർ, സ്കൂൾ പ്രിൻസിപ്പൽ റമിത ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ഹരീഷ് സാറ്, ഹൈസ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറി, മറ്റ് പ്രിയമുള്ള അധ്യാപകരെ, തൂഫാൻ എന്ന ഫുട്ബോൾ കിക്ക് ഓഫിന്റെ ഭാഗമാകുവാൻ നമുക്കും അവസരമായി. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലഹരിയിൽ നിന്നും തിരിച്ച് നാം സ്പോർട്സ് എന്ന ലഹരിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള മഹത്തായ ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ഇത്തരം സംവിധാനം ചെയ്തിട്ടുള്ളത്. അത് ഒരു കാലത്ത്, അതായത് വളരെ പുരാതന കാലത്ത് സ്പോർട്സ് നടന്നിരുന്നത് ഈ ഒരു സ്പോർട്സ് എന്ന പേരിലായിരുന്നില്ല. അന്ന് രാജ്യഭരണമായിരുന്നപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പിടിച്ചടക്കുന്നതിനും അധികാരം സ്ഥാപിക്കുന്നതിനുമൊക്കെ വേണ്ടി ഇന്നിന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി അധിക നിയമങ്ങളും നിബന്ധനകളും ഇല്ലാതെ കായിക ശക്തി കൊണ്ട് മാത്രം രാജ്യം പിടിച്ചടക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് ആ കാലത്ത് പോലും ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് എന്ന നിലയിൽ മല്ലയുദ്ധത്തിന് വേണ്ടിയാണ് എങ്കിൽ പോലും കായിക ശേഷി ബലപ്രയോഗത്തിലൂടെ നടത്തി രാജ്യങ്ങൾ അധീനമാക്കുക, അല്ലെ പ്രദേശങ്ങൾ അധീനമാക്കുക എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അവർ ചേർന്നിരുന്നെങ്കിൽ പോലും അതിനിടയ്ക്ക് മല്ലയുദ്ധത്തിന് വേണ്ടിയും മത്സരങ്ങൾ നടത്തിയിരുന്നു, അധിക നിയമങ്ങളൊന്നും ഇല്ലാതെ. ആ ഒരു സംവിധാനത്തിൽ പോലും ഈ മല്ലയുദ്ധത്തിന് വേണ്ടി എത്തിച്ചേരുന്ന ഇടങ്ങളില് ഓരോ മേഖല തിരിച്ച് ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ രാജാക്കന്മാരുടെ പ്രദേശങ്ങളെ പ്രതിനിധീകരിച്ച് ഓരോ മേഖല കൊടുക്കുമായിരുന്നു അവർക്ക് താമസിക്കുവാൻ. അപ്പൊ അത്തരത്തില് മേഖലകൾ ഈ പല വളരെ വിരോധികളായിരുന്ന ഇടങ്ങളിലെ ആളുകൾ പരസ്പരം സഹകരിക്കുകയും സഹവർത്തിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നുമാണ് ഇന്ന് ഈ ആധുനിക സ്പോർട്സ് എന്ന ലക്ഷ്യത്തിലേക്ക് വിവിധങ്ങളായ നിയമങ്ങളും നിയമാനുസൃതമായ രീതികളും സ്പോർട്സും എല്ലാം ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, അന്നത്തെ കാലത്ത് പോലും ഈ സ്പോർട്സിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മല്ലയുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ തമ്മില് സദാ വൈരികളായിരുന്ന ആളുകൾ തമ്മില് സൗഹൃദം സ്ഥാപിക്കുവാൻ ഒരവസരമുണ്ടായി എന്നത് അന്നത്തെ കാലത്ത് തന്നെ സ്പോർട്സിന് വളരെ പ്രാധാന്യം നൽകി. അതുകൊണ്ട് ഇന്നത്തെ നിലയിലേക്കുള്ള സ്പോർട്സ് എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നു. ഇന്നിലേക്ക് എത്തിയാല് ഇന്നിന്റെ പ്രത്യേകത എന്തിയാ? നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ ചെറിയ തലമുറ ഉൾപ്പെടുന്ന സമൂഹത്തിന് ആവശ്യമില്ലാത്ത ചില നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ഒക്കെ വന്നപ്പോൾ അതിലേക്ക് മാറുവാൻ തുടങ്ങി. അതിൽ നിന്നും നിങ്ങളുടെ സമയവും നിങ്ങളുടെ അറിവും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ ശേഷിയും ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി സ്പോർട്സ് അല്ലാതെ മറ്റൊരു സംവിധാനം ഇല്ല. അത് എക്കാലവും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മിക്കവാറും നമുക്ക് ഫുട്ബോളിലേക്ക് നമ്മളുടെ എനർജിയെ, നമ്മളുടെ സോഷ്യലൈസേഷനെ ഒക്കെ
വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു സംവിധാനം വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും നമ്മളുടെ സ്കൂളിൽ നമ്മൾ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ നിങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഇന്ത്യക്കുമൊക്കെ രാജ്യത്തിനുമൊക്കെ പ്രയോജനമുള്ള നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ശേഷി, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ലക്ഷ്യം അത് ലക്ഷീകരിക്കുന്നതിന് വേണ്ടി ഫുട്ബോൾ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ ഇന്നത്തെ ഈ ഉത്സവത്തെ ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ്. ഒപ്പം വാർഡ് മെമ്പർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യരായ 2 HMും ഒപ്പം പ്രിൻസിപ്പളും ഉണ്ട്, സ്റ്റാഫ് സെക്രട്ടറി ഉണ്ട്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നതിനായി ഏറെ ബഹുമാനപ്പെട്ട HM പ്രതിഭ ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിൽ അവർ, ഇന്നിവിടെ വരാമെന്നേറ്റിരുന്ന നമ്മുടെ വാർഡ് മെമ്പർ അന്നമ്മ മാഡം, ബഹുമാനിയായ പ്രിൻസിപ്പൽ രമിത ടീച്ചർ, പ്രിയ സ്റ്റാഫ് അംഗങ്ങൾ, പ്രിയ കുഞ്ഞുങ്ങളെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തുന്ന ഒരു പരിപാടിയാണ് തൂഫാൻ 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ച്. അതായത് ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാക്കി നമ്മുടെ കായിക വിനോദത്തെ എടുത്തിരിക്കുകയാണ്. കിക്ക് ഔട്ട് ഡ്രഗ്സ്, സ്കോർ ഫോർ ലൈഫ്. ലഹരിയെ പുറത്താക്കൂ, ജീവിതത്തിന്റെ ഗോൾ നേടൂ. ഇതാണ് ഈ പദ്ധതിയുടെ മുദ്രാവാക്യം. അപ്പം നമ്മുടെ പുതുതലമുറയ്ക്ക് ഏറ്റവും ആവേശകരമായ ഫുട്ബോളിലൂടെ ലഹരിക്കെതിരെയുള്ള നമ്മുടെ കർമ്മ പരിപാടി കൂടുതൽ ആവേശകരമാക്കാനാണ് ഈ പദ്ധതി ഇന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പം ഓരോ ഗോളും, നമ്മളടിക്കുന്ന ഓരോ ഗോളും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയായിരിക്കണം. ഒന്നുകൂടി ഓർക്കുക, കിക്ക് ഔട്ട് ഡ്രഗ്സ്, സ്കോർ ഫോർ ലൈഫ്. അതിനായി ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ലഹരിക്കെതിരെയുള്ള ഗോൾ നമ്മൾ അടിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മുടെ 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ച് ഇവിടെ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്ന നമ്മുടെ ഏറെ ബഹുമാന്യനായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിൽ അവറുകളെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്കൂളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ഇവിടെ എത്തിയിട്ടില്ല എങ്കിലും അന്നമ്മ മാഡത്തെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനിയായ രമിത ടീച്ചർ, സ്കൂളിന്റെ പ്രിൻസിപ്പൽ ടീച്ചറിനെയും എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഞാൻ ഈ 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ച് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ലഹരിയെ പുറത്താക്കാൻ കഴിയട്ടെ, നമ്മുടെ ജീവിത ലക്ഷ്യം നേടാൻ കഴിയട്ടെ. നമ്മളുടെ ഇന്നത്തെ ഈ സദുദ്ദേശം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനും ഉദ്ഘാടന കർമ്മത്തിനുമായി ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പറമ്പിൽ അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ യോഗത്തിന്റെ അധ്യക്ഷ, നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട ഹെഡ് മിസ്സസ്, ബഹുമാനിയായ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പള്, ബഹുമാനിയായ സ്വാഗത പ്രസംഗക, സ്കൂളിലെ അധ്യാപകരെ, അനധ്യാപകരെ, സ്റ്റാഫ് സെക്രട്ടറിമാർ അടക്കമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ, സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്താകമാനമുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സ്കൂളുകളും കോളേജുകളും അംഗൻവാടി തൊട്ട് വിദ്യാഭ്യാസ മേഖലകളിലെ ഏത് ഉന്നതിയിലേക്ക് പോയാൽ ആ മേഖലകളിലെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള
തൂഫാൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചുവിട്ടുകൊണ്ട് അതിനെതിരെ ഒരു ചാലക ശക്തിയായി മുന്നോട്ട് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്താകമാനം നടപ്പിലാക്കി വരികയാണ്. ഈ ലഹരിയുടെ വിപത്തുകളെക്കുറിച്ച് ഇവിടെയുള്ള ബഹുമാന്യരായ കുട്ടികൾ തന്നെ നൂറുകണക്കിന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. ഇതൊരു വലിയ വിപത്തായി നമ്മുടെ സമൂഹത്തിൽ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സമൂഹത്തിലെ യുവതലമുറയെല്ലാം ഇന്ന് ഇതിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും ആ മേഖലയിലെല്ലാം ലഹരി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവുമില്ല. അത് സിനിമാ ഫീൽഡായാലും രാഷ്ട്രീയ ഫീൽഡായാലും സാമൂഹ്യ ഫീൽഡായാലും വിദ്യാഭ്യാസ ഫീൽഡായാലും സമസ്ത മേഖലകളിലും ഇതിന്റെ അതിപ്രസരം വളരെ ഗുരുതരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത്തരമൊരു സന്ദർഭത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിനാവശ്യമായ നിയമനിർമ്മാണം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ദിവസവും കാണുന്നുണ്ട് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നൂറുകണക്കിന് കേസാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജില്ലയിൽ തന്നെ നമുക്കറിയാം മണർകാട് കഞ്ചാവ് ചെടി വളർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. കോട്ടയം ജില്ലാ ആശുപത്രിയിലെ നൂറുകണക്കിന് രോഗികൾ വരുന്ന ആശുപത്രിയിൽ പോലും കഞ്ചാവ് ചെടി വളർത്തുന്ന സാഹചര്യം സംജാതമായി എന്ന് പറയുമ്പോൾ ഇതിലൂടെ ലാഭം കൊയ്യാൻ ഉദ്ദേശിക്കുന്ന തൽപര കക്ഷികള് ഏത് അവസരം കിട്ടിയാലും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അനുകൂലമായ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനെതിരെ ശക്തമായ ഒരു നിലപാടും നിയമനിർമ്മാണവും ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ യുവതലമുറയെ ഈ മേഖലയിൽ നിന്നും രക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മളെ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ദൈനംദിനം കണ്ടുവരുന്ന ചില സംഭവങ്ങൾ ഓർത്താൽ നമ്മുടെ മക്കളെയൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി പഠിപ്പിച്ചു വിട്ട് ഒരു ഫീൽഡ് കഴിയുമ്പോൾ സ്വതസിദ്ധമായി അവർ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അനുകൂലമായി. ഇതുപയോഗിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന് അപ്പനമ്മമാർ അവരുടെ അപമര്യാദയായി പെരുമാറുക, ലാക്ക് കിട്ടിയാൽ പൈസയ്ക്ക് വേണ്ടി അപ്പനെയും അമ്മയെയും വകവരുത്തുന്ന സംവിധാനം നടക്കുന്നു. സഹോദരന്മാരോട് സഹോദരിമാരോട് എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് അറിയാത്ത സ്ഥിതിവിശേഷത്തിലൂടെ നമ്മുടെ യുവതലമുറ കടന്നു പോവുകയാണ്. സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത ഇത്തരം ഈ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളെ സമൂഹത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് അവരെ സാധാരണ ജനജീവിതത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ടാക്കണം. ഒരുപക്ഷെ ഇത്തരം ആളുകളെ കണ്ടെത്തിയാൽ പോലും അവരെ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഇതിൽ നിന്നും തിരിച്ച് ഒരു മനുഷ്യനായി തിരിച്ചു കൊണ്ടുവരാൻ പാടുപെടേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. നിരന്തരം ഇടപെടലുകളും നിരന്തരം ബോധവൽക്കരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അടിമയായ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടി ഇതിന്റെ പ്രചരണം നടപ്പിലാക്കിക്കൊണ്ട് അംഗൻവാടി മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കും. ഏതാണ്ട് ഒരാഴ്ചയായി പുതുപ്പള്ളി കവലയിൽ രാവിലെ ചെന്നാൽ LP സ്കൂൾ മുതലുള്ള എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ ഓരോ ദിവസവും ഓരോ പരിപാടിയുമായി പുതുപ്പള്ളി കവലയിൽ കടന്നു വന്ന് തെരുവ് നാടകമടക്കമുള്ള ലഹരിക്കെതിരെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരിക. ഇന്ന് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് ഓഫീസർ സൂപ്രണ്ട് ഓഫ് പോലീസ് കോട്ടയം രാവിലെ ഡോൺ ബോസ്കോ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു സൈക്കിൾ റാലി നടത്തി. അതും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടിയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1 കോടി ഗോളടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതുപ്പള്ളി കവലയിൽ നിന്നും പുതുപ്പള്ളി വലിയ പള്ളിയുടെ ഗ്രൗണ്ടിലേക്ക് വലിയ ഏതാണ്ട് 800ഓളം കുട്ടികൾ പങ്കെടുത്ത ഒരു സൈക്കിൾ റാലിയാണ് SP വന്ന് ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയത്. ഇങ്ങനെ ദൈനംദിനം ലഹരിക്കെതിരെയുള്ള ആ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അണിനിരന്ന് കഴിഞ്ഞിരിക്കുക. ബഹുമാന്യരായ കുട്ടികളെ, നിങ്ങളോട് ഒരു വാക്ക് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നിങ്ങൾ ഈ ക്ലാസ് വിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കഴുകൻ കണ്ണുകളുമായി നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ,
നമ്മളോട് സ്നേഹമുള്ളവരെ, നമ്മളെ സഹായിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് പലവിധ പ്രോത്സാഹനങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആദ്യം ഒരു മുട്ടായി ആയിരിക്കും. ആ മുട്ടായി നിങ്ങളെ എവിടെ ചെന്ന് എത്തിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ആ കരുത്ത് നിങ്ങൾക്കുണ്ടാകണം. അതിനെതിരെ പ്രതികരിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകണം. അത്തരം പ്രതികരണവും അതിനെതിരെയുള്ള പോരാട്ടവും നമുക്ക് കേരളത്തെ ലഹരിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു യജ്ഞമാക്കി മാറ്റണം. അതിനുവേണ്ടി പുതുപ്പള്ളി സെന്റ് ജോർജ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂള് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 1 മില്യൺ ഗോള് അടിക്കുന്ന ഈ പ്രക്രിയയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുക. ഇതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം ഈ ഗോളടിച്ചത് കൊണ്ടൊന്നും തീരുന്നില്ല. ദൈനംദിനം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ അധ്യാപകരും അനധ്യാപകരും നമ്മുടെ PTA ഭാരവാഹികളും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും പടിപടിയായി അതിജീവിച്ച് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികളെയും, ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന ബഹുമാനിയായ ഹെഡ് മിസ്സസ്, ബഹുമാനിയായ പ്രിൻസിപ്പള്, അധ്യാപകരെ, അനധ്യാപകരെ, സ്റ്റാഫ് സെക്രട്ടറി, നമ്മുടെ ഈ ചാനൽ പ്രിയപ്പെട്ട വിനോദ് അടക്കമുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. ഒരാൾ ഗോളടിക്കണം. സാറേ ഗോളടിക്കണം. നാടൻ പദ്ധതിയാണ് നമുക്ക്. ആ ശരിയാണ്. എല്ലാത്തിനും മരുന്ന് സാധാരണ അറിയിക്കുന്ന ആളുണ്ട്. അടുത്തടുത്ത് ലൈവാ. അയ്യോ, അത് പുറത്തു പോയി. പുതുപ്പള്ളി ടുഡേ ലൈവ്.
നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളെല്ലാം ഓരോ ഗോൾ അടിച്ചുകൊണ്ടാണ് ഈ പരിപാടിയെ വരവേൽക്കുന്നത്. അപ്പം ലഹരിക്കെതിരായുള്ള പോരാട്ടം ഇനിയും തുടരുന്നതാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും കാണാം പുതുപ്പള്ളി ടുഡേ ലൈവ്.